തൻ്റെ സഹോദരി അടക്കം കുടുംബത്തിലെ 9 പേർ, 10 പേർ, അടുത്തുള്ള 4 പേർ, അങ്ങനെ 14 പേര് മരിച്ചു പോയിട്ടും ഭീകരവാദിയായ മൻസൂദിന് ഒരു മാനസാന്തരവും ഉണ്ടായില്ല. അദ്ദേഹം ചെറുതായിട്ടൊന്ന് കുലുങ്ങി, ഒന്ന് കരഞ്ഞു. കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, മോഡി എന്നോട് ഇത് ചെയ്യേണ്ടായിരുന്നു, മോഡി ഭീരുവായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന നടത്തി. ഉടൻ തന്നെ അദ്ദേഹം പ്രസ്താവന മാറ്റി പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പറഞ്ഞു, ഞാൻ തിരിച്ചടിക്കും, ഇതിന് പകരം കൊടുക്കും. അതാണ് ഭീകരതയുടെ മനസ്സ്. ഇത്രയും സ്വന്തം സഹോദരങ്ങൾ മരിച്ചപ്പോൾ, അല്ലെങ്കിൽ സഹോദരി ഉൾപ്പെടെ മരിച്ചപ്പോൾ ഭീകരാക്രമണം നടത്തിയപ്പോഴത്താണ് കൊണ്ട് ബോംബിട്ടത്, അല്ലെങ്കിൽ നമ്മൾ മിസൈൽ ആക്രമിച്ചത്. അല്ലാതെ സഹോദരിയും മക്കളും മാത്രം താമസിക്കുന്ന സ്ഥലത്തല്ല, താങ്കളുടെ ഭീകര താവളത്തിലാണ് കൊണ്ടിട്ടത്. പലപ്പോഴും പള്ളിയുമായി ചേർന്നും അമ്പലവുമായി ചേർന്നും അവിടുത്തെ ആരാധനാലയങ്ങളിൽ ചേർന്നൊക്കെയാണ് നിങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഭീകര താവളങ്ങൾ പലതും ഉണ്ടാക്കുന്നത് പള്ളിയുമായി ചേർന്നിട്ടൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മസൂദ് പോലുള്ള ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോഴും ഭീകരമായ മനസ്സല്ലേ നിങ്ങൾക്കുള്ളത്? ഈ മാനസികാവസ്ഥ എങ്ങനെ കിട്ടി? എന്താണ് നേടുന്നത്? പണമാണോ? ഭീകരതയിലൂടെ നേടുന്ന, ഭീകരവാദത്തിന് വേണ്ടി മരിച്ച് ഭീകരതയിലൂടെ നശിച്ചില്ലാതായാൽ കുടുംബത്തിന് കിട്ടുന്ന പണമാണോ? ചിലപ്പോഴും ചിലരോട്, തീവ്രവാദികളെ കുറിച്ച് മാനസാന്തരം വന്ന പല തീവ്രവാദികളോടും പിന്നെ അവരോട് ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ മരിച്ചു പോയാലും കുഴപ്പമില്ല, ചാവേറാകുന്നുണ്ട്, കുടുംബത്തിന് ജീവിക്കാനുള്ള സ്വത്തും പണമെല്ലാം കിട്ടും എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ കുടുംബം തന്നെ ഇല്ലാതായാൽ, ആ പ്രദേശത്തെ ജനങ്ങളില്ലാതായാൽ, തൻ്റെ സങ്കേതമില്ലാതായാൽ, തൻ്റെ ആയുധങ്ങളില്ലാതായാൽ പിന്നെ എന്തിന് കിട്ടിയിട്ട് എന്താണ് നേടാനുള്ളത്? അതുപോലെ മൻസൂദുമാർ അറിയേണ്ടത്, അൽ ഖ്വയ്ദമാർ അറിയേണ്ടത്, എന്താണ് നിങ്ങൾ ഭീകരവാദത്തിലൂടെ നേടുന്നത്?